സ്തുതി. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ കോട്ടയം കുടമാളൂർ പള്ളി ഇടവകാംഗമാണ്. 2019 നവംബർ 16 ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിന് സ്ഥിര വരുമാനത്തോടെയുള്ള ഒരു ജോലി, നല്ല വരുമാനത്തോടെയുള്ളൊരു ജോലി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു നല്ല വീട്. ഈ ഒരു 2 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു പ്രത്യേകമായിട്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതിനെ തുടർന്നുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് കഴിഞ്ഞ് വന്ന് പുതുക്കുവാനോ, അത് ഇവിടെ കൊറോണ ടൈമും കൂടിയായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പക്ഷേ നിരന്തരമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ബാക്കി പ്രാർത്ഥനകൾ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഒരുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അടുത്ത വർഷം ആയപ്പോഴത്തേനും ഞങ്ങൾക്കൊരു പുതിയ വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാനത്തോടെ തന്നെ നല്ലൊരു ജോലി മേഖലയും കൂടി എൻ്റെ ഭർത്താവിന് തുറന്നു കൊടുത്തു. പിന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിരുന്നു. എൻ്റെ പപ്പായും അമ്മയും വർഷങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു, പല പ്രശ്നങ്ങൾ കാരണം. അപ്പം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു അവരൊന്നിച്ച് വീണ്ടും പിണക്കങ്ങളൊക്കെ മാറി വരണം. എൻ്റെ അമ്മ വെളിയിലാണ്. അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അപ്പായും അമ്മയും തമ്മിൽ പിന്നെയും വർഷങ്ങൾക്ക് ശേഷം മിണ്ടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പം നല്ല കൂട്ടായിട്ട് തന്നെ പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ ഡിഗ്രി, അത് ഫസ്റ്റ് എൻജിനീയറിങ്ങിന് പോയിട്ട് എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പം എനിക്കത് ഡിഗ്രി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. കല്യാണം കഴിഞ്ഞാണല്ലോ എനിക്കത് കണ്ടിന്യൂ ചെയ്യണം, എൻ്റെ പഠിത്തം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. അതും ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെ, എനിക്ക് അടുത്ത വർഷമായപ്പോൾ തന്നെ എനിക്ക് പുതിയ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനും എനിക്കതിൽ തുടരാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്നു. അതിനുശേഷം ഞാനിവിടെ പുതുക്കാൻ വന്നില്ലായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വീണ്ടും പപ്പ വന്ന് ഇവിടെ ഉടമ്പടി കുറച്ച് കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പപ്പ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ കൃപാസനത്തിലേക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒരുപാട് വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കും തോറും മാതാവിനോട് കൂടുതൽ അടുക്കണമെന്നുള്ള ഭയങ്കര തീവ്രമായ ആഗ്രഹം ഞങ്ങൾ എല്ലാവരും ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ഈ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇത്രയും ദൂരം വന്ന് ഉടമ്പടി എടുക്കാനോ പുതുക്കാൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ടാവുന്ന ഏറ്റവും അടുത്ത ദിവസം ഞാൻ വരും, ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മാതാവിനോട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഫുഡ് പോയ്സൺ, അത് കുറച്ച് ഹെവി ആയിട്ടൊരു ഫുഡ് പോയ്സൻ്റെ ഇഷ്യൂ ഇവിടെയൊക്കെ പാത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, കുഴിമന്തിയൊക്കെ, അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ ലേബർ റൂമിൽ സീരിയസ് ആയിട്ട് എനിക്ക് കിടക്കേണ്ടി വന്നു കുറച്ച് ദിവസത്തേന്. ആ ഒരു ടൈമിൽ ഒരു വയറ്റിൽ നിന്ന് ഇങ്ങനെ ലൂസ് മോഷനായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ബോഡിയിൽ വെള്ളമില്ല. അപ്പോൾ കുഞ്ഞിന് അത് ഒത്തിരി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സിറ്റുവേഷനിൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും 30 ml അല്ലെ 50 ml ഒരു ദിവസമൊക്കെ മുഴുവൻ നോക്കുമ്പോൾ എനിക്ക് വരുന്ന എത്ര വെള്ളം കുടിച്ചാലും ഈ ഒരു അവസ്ഥ. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു പോയപ്പം എനിക്ക് പേടിയായി. ഞാനപ്പോൾ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ അവിടെ കിടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ആ സമയം മുഴുവൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ്. ഞാൻ കാശുരൂപം മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം എത്രയുണ്ടെന്നൊന്നുമില്ല, ഞാൻ അങ്ങ് തെരുതരാ ചെല്ലാൻ തുടങ്ങി. മാതാവേ നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ചെല്ലാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പം ആ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 200 ml ആയിട്ട് പെട്ടെന്ന് 200-250 ml ആയിട്ട് മാറാൻ തുടങ്ങി. ആ ഒരു പ്രശ്നം അവിടുന്ന് മാറി. അതുപോലെ തന്നെ ആ സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഫുഡ് പോയ്സൺ കാരണം തന്നെ ഫീവർ, പെട്ടെന്ന് പനി കൂടി, കുഞ്ഞിന് ഉള്ളിൽ പ്രശ്നങ്ങളായി, ഹേർട്ട് ബീറ്റ്സ് കൂടുന്നു, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വന്നു. എല്ലാവരും ആകെ പിന്നെ പേടിയായി, കുഞ്ഞിന് പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ഹേർട്ട് ബീറ്റ്സ് കൂടുന്നു, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനാ പുസ്തകം വയറിൽ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് അപ്പം തന്നെ ആ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് എല്ലാം പെട്ടെന്ന് തന്നെ നോർമലായി വരാൻ തുടങ്ങി. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതെല്ലാം കഴിഞ്ഞ്
എൻ്റെ ഡെലിവറി ഡേറ്റിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിസംബർ 7-ാം തീയതി ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ എനിക്ക് ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് കുഞ്ഞിന്, അല്ലെങ്കിൽ 7-ാം തീയതി അല്ലെ 8-ാം തീയതി അമലോത്ഭവ തിരുനാളാണ്. അപ്പോൾ ആ ഒരു 2 ദിവസത്തിൽ എന്നെങ്കിലും കുഞ്ഞിന് ഡെലിവറി ചെയ്യണം. അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ എന്നൊരു ഭയങ്കര ആഗ്രഹവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. എനിക്കൊരു അന്ന് ഡിസംബർ 7-ാം തീയതി തന്നെ ഒരു പെൺകുഞ്ഞിന് ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവളെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ശ്വാസമുട്ടലിൻ്റെ ശ്വാസമുട്ടലിൻ്റെ പെട്ടെന്ന് ഇഷ്യൂ വന്നിട്ട് എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും ഒന്ന് ഫീഡ് ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ തന്നെ അവർ NICUവിലേക്ക് മാറ്റി. ഒരു ദിവസം കഴിഞ്ഞു, എനിക്ക് കൊച്ചിൻ്റെ ഒന്ന് ഫീഡ് ചെയ്യാനും പോലും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല. പിന്നെ പിറ്റേന്ന് രാത്രിയാണ് കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് കാണിച്ച് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവിടെ കിടക്കുന്നതും. ആ ഒരു അവസ്ഥ കണ്ടപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നാളെ 10 മണിക്കുള്ളിൽ തന്നെ എനിക്ക് റൂമിൽ കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് കുഞ്ഞിനെ എനിക്കൊന്ന് കൈ കിട്ടണം. എനിക്കിങ്ങനെ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അതിന് ബ്രസ്റ്റ് ഫീഡൊന്നും ചെയ്യുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ NICUവിൽ ഓരോ കാര്യങ്ങൾക്ക് കൊണ്ടുപോയാൽ തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞേ തിരിച്ചു കൊണ്ടു തരത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ എനിക്ക് പോലും അത്ഭുതമായി. 10 മണി എന്ന് പറഞ്ഞിട്ട് 8:30 ആയപ്പോഴത്തേനും കുഞ്ഞിനെ അവർ റൂമിൽ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഉണ്ടായപ്പം ഹേർട്ടിൽ ചെറിയ ഹോള് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത കുട്ടിക്കും ഉണ്ടായിരുന്നു. അത് ഫോളോ അപ്പിലൊക്കെ പറഞ്ഞ് അവൾക്കിപ്പോൾ 5 വയസ്സായില്ല, 5 വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഫോളോ അപ്പിലിരിക്കും. അപ്പോൾ ഞാൻ ഇവളുടെ കാര്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പറഞ്ഞു, മാതാവേ ഞങ്ങൾ മാതാവിൻ്റെ തൈലം തേച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 6 മാസമായപ്പോൾ ഞങ്ങൾ എക്കോ എടുക്കാൻ പോയപ്പം ആ സമയത്തെല്ലാം കാശിരൂപം കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളോ അല്ല, ഇനി ഒരിക്കലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരണ്ട, ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല, പൂർണ്ണ സൗഖ്യമാണ്, നോർമലാണ് എന്ന് തന്നെ ഡോക്ടർ എടുത്ത് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ കുഞ്ഞിൻ്റെ എക്കോ ഫുൾ ക്ലിയർ ആണ്, ഒരു കുഴപ്പവും ഇല്ല, നോർമലാണ്, ഇനി ഹോളും എല്ലാം അടഞ്ഞു, നോർമലാണെന്ന് പറഞ്ഞ് ഡോക്ടർ. അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവിന് ഇന്ന് ഈ ദിവസം തന്നെ വന്ന് സാക്ഷ്യം വരാനുള്ള ഏറ്റവും വലിയ കാര്യം, ഞാൻ പിന്നെ ഇപ്പം 3-ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഈ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എണ്ണിയാൽ തീരത്തില്ല, പറഞ്ഞ് തീർന്നാലും ഏതെങ്കിലുമൊക്കെ മിസ്സായി പോകും. കാരണം അത്രയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് എടുത്ത ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗങ്ങൾ, എൻ്റെ അമ്മ 10-12 വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കൊന്ന് നാട്ടിൽ വന്ന്, കൊറോണയുടെ സമയത്ത് നാട്ടിൽ വന്നു. പിന്നെയും കടം 5 ലക്ഷം രൂപയോളം കടമെടുത്താണ് പിന്നെയും തിരിച്ചു പോയത്. അപ്പോൾ ആ സമയത്താണെങ്കിലും അമ്മയ്ക്ക് ജോലി അങ്ങനെ പോയപ്പോൾ ജോലി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. 1 മാസം കൂടി ഇനി ജോലിയുള്ളൂ, അത് കഴിഞ്ഞ് പൊക്കോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, കടബാധ്യതയാണ്, ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് വിഷമിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് ആ മാസം തന്നെ ഞാൻ അറിഞ്ഞു അവിടെ ആ ഒരു തീരുമാനം അവരവിടെ നിന്ന് മാറ്റി. അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെടില്ല, ജോലിയിൽ തുടരാം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെടാതെ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗം, എൻ്റെ ഭർത്താവിന്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും വീട് വിൽക്കുന്നതിൻ്റെ ഒരു കാര്യം വന്നായിരുന്നു. വീട് വിൽക്കുമ്പോൾ ഒരു 45, ഒത്തിരി ഞങ്ങൾ നോക്കി, 10-60 ലക്ഷം രൂപ വിലയുള്ള വീടാണ്. പക്ഷേ കടബാധ്യതയും കാര്യങ്ങളും ഞങ്ങൾ അറിയാതെ ഉണ്ടായ കടബാധ്യതയാണ് പല കാരണങ്ങളും കൊണ്ട്. അപ്പം 43 ലക്ഷം രൂപയുടെ ബാധ്യതകളുണ്ട്. 45 ലക്ഷം രൂപയ്ക്ക് മാതാവേ അത്രയെങ്കിലും രൂപയ്ക്ക് വീടൊന്ന് വിറ്റ് കിട്ടണം എന്നുള്ള, കടം മുഴുവൻ തീരണം എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് 48 ലക്ഷം രൂപയ്ക്ക് വീട് വിറ്റു, ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറ്റി തന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഞങ്ങൾക്കൊരു ഞങ്ങൾ ജോലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം വെളിയിലോട്ട് ജോലി നോക്കുമ്പോൾ നമുക്ക് യൂറോപ്യൻ കൺട്രീസ് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു സിംഗപ്പൂരിലേക്കാണ് ഒരു ജോലിയുടെയാണ് വന്നത്. അങ്ങനെ എവിടെയെങ്കിലും എന്നുള്ള രീതിയിൽ ഞങ്ങൾ
സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്നൊരു ആ ഒരു ഇതിലേക്ക് വേണം, യൂറോപ്യൻ കൺട്രി വേണം എന്നുള്ളൊരു ആഗ്രഹം മാതാവിനോട് പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പം അവരുടെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, സിംഗപ്പൂരിലെ അത് ഇനി ഉടനെ ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ഡിലേ ഉണ്ട്, ഓസ്ട്രേലിയയിലേക്ക് പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്, അതിലേക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് തന്നെ ഞാൻ ആഗ്രഹിച്ചിടത്ത് തന്നെ മാതാവ് ഹസ്ബൻഡിന് ജോലി കൊടുത്തു. അത് കഴിഞ്ഞാണെങ്കിലും ആ ഒരു ടൈമിൽ മാതാവ് എല്ലാം നടത്തി തരുമെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങൾ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഞങ്ങളുടെ പേടിക്കാറുണ്ട് ചില സമയത്ത്. പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ മാതാവിനെ ഉറച്ച് വിശ്വസിച്ച് ഈശോയും വിശ്വസിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കരുതുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ജോലി കിട്ടി. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒരു നിയോഗം വെച്ചായിരുന്നു. എനിക്ക് ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗങ്ങൾ പോലും എനിക്ക് വേണ്ടത് എന്തെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല, ഞാൻ പേഴ്സണലായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ആവശ്യമുള്ളതെന്നായിരുന്നു എനിക്കൊരു ജോലി എന്നുള്ളത്. അതെനിക്ക് എൻ്റെ മാതാവ് സാധിച്ചു തന്നു. ഇങ്ങോട്ട് തന്നെ ഒരു ജോലി ഓഫർ വരികയും അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, എന്നെക്കാളും ക്വാളിഫിക്കേഷനിലും ഒത്തിരി എക്സ്പീരിയൻസിലും അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ പങ്കെടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച മാതാവിനോട് കിട്ടില്ല, എൻ്റെ ഒരു കഴിവുകൊണ്ടും എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട പൊസിഷനിൽ ആവശ്യപ്പെട്ട സാലറിയിൽ കൂടുതലായിട്ട് തന്നെ മാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് ഈ 2 സാക്ഷ്യങ്ങൾ ഞാൻ ഇന്നിവിടെ വന്ന് പറഞ്ഞോളാം. എൻ്റെ ഹസ്ബൻഡ് ഈ ശനിയാഴ്ച പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. അപ്പം അതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓരോ പ്രാവശ്യവും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും അമ്മ മാതാവിനെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. എനിക്ക് ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു ഇത് വന്ന്. അപ്പം എൻ്റെ ആദ്യം ഒരു പ്രാവശ്യം കാശുരൂപം നഷ്ടപ്പെട്ടതാണ്. അപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് കിട്ടിയ കാശുരൂപമാണ്. അപ്പം ഞാൻ മാതാവ് എനിക്കത് പിടിച്ച് നടന്ന സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ എൻ്റെ മാലയിൽ ഇട്ടതാണ്. അപ്പോൾ എനിക്കത് എങ്ങനെയോ ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം എൻ്റെ കാശുരൂപം എനിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ മാതാവിന് ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടമാവുന്നില്ല, അതുകൊണ്ടല്ലേ ഇറങ്ങിപ്പോയത് എൻ്റെ അടുത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനിപ്പം സാക്ഷ്യങ്ങളാണെങ്കിലും ഒത്തിരി ഞാനൊന്നും പ്രാർത്ഥനകളാണെങ്കിലും പലപ്പോഴും എനിക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒരു അയോഗ്യതയാണെന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടു. മാതാവിനോട് ഞാൻ പിണങ്ങിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ വീട് മുഴുവൻ അരിച്ചു വർക്കിയതാണ്. ഒരു രീതിയിലും അവിടെ ഒന്നുമില്ല. പക്ഷേ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് ഞങ്ങളുടെ അവിടെ ഞാനൊരു ദിവസം വന്ന് നോക്കുമ്പോൾ ഞാൻ അന്ന് ആ കട്ടിലേന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒരു 5 മിനിറ്റ് ആയതുള്ളൂ. പിന്നെ ഒന്നുകൂടെ മുറി വന്നപ്പോൾ ഉണ്ട് ബെഡിൻ്റെ നടുക്ക് ആരോ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന പോലെ കാശുരൂപം ഇരിക്കുന്നു. അത് ഭയങ്കര കാരണം നടുക്ക് അതുപോലെ ആരോ കൊണ്ട് വെച്ചിരിക്കുന്ന പോലെ ചുമ്മാ ഏതെങ്കിലും കോണിലല്ല കിടക്കുന്നത്. ഞാൻ ആ വീട് മുഴുവൻ അരിച്ച് വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ അതുപോലെ എനിക്ക് ആ കാശുരൂപം അവിടെ ഇരുന്ന് കിട്ടി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ ചെറിയ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരിക്കലും വീട് മാറണം എന്നുള്ള രീതിയിലൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നില്ല. പക്ഷേ ഞാനും ഭർത്താവുമായിട്ട് കുറച്ച് പരസ്പരം സമാധാനത്തിലും സ്നേഹത്തിലും പോകണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ച നേരെ ഓപ്പോസിറ്റാണ്. മുഴുവൻ ശരിക്കും പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. മാതാവ് എനിക്ക് എല്ലാം നന്മയ്ക്കാന്ന് ഉറച്ച് വിശ്വസിച്ച് നിന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രശ്നങ്ങൾ നടന്നു. അതിൻ്റെ അവസാന തീരുമാനം ഉണ്ടായത് ഞങ്ങൾ മാറി താമസിക്കാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് വന്ന് പറഞ്ഞു, മാതാവേ ഇനി അവിടെ നിന്ന് ഇനിയും പ്രശ്നങ്ങളായിട്ട് എനിക്ക് മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിലോട്ട് മാറാനുള്ള മാതാവ് ഒരുക്കുന്നതാണെങ്കിൽ എനിക്ക് ആ വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് മാറാൻ സാധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് തന്നെ എനിക്ക് എഴുതിക്കാനും അടുത്ത ദിവസം തന്നെ വീട് മാറാനും ഒക്കെ ആയിട്ട് മാതാവ് ഒരുക്കി തന്നു. പിന്നീട് ഞാൻ ആ പറഞ്ഞ നിയോഗം
അതായത് ഞങ്ങൾ സമാധാനത്തോടെ തന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനും സാധിച്ചു. ഇത് പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു കാര്യം മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നടക്കുന്നത്. ചിലപ്പം എന്തെങ്കിലും ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സന്തോഷമായിട്ടും ആയിരിക്കത്തില്ല ആദ്യം മുമ്പിൽ കാണുന്നത്. പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയായിരിക്കും മാതാവ് കൊണ്ടും തരുന്നത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടാലും വിഷമിച്ചാലും അവസാനം മാതാവ് നമുക്ക് കൂടെ നമ്മൾ ചേർന്ന് നിന്ന ഫൈനൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് തന്നെ തരും. ഇതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എല്ലാം തന്ന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ഈശോയ്ക്കും മാതാവിനും.